ഹായ്, ഞാൻ കീരൂസ്. ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ പോകുന്നത് പ്രവാസി കൂട്ടുകാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ടിപ്പാണ്. ഇന്റർനെറ്റ് കോളിംഗ് കാർഡുകൾ ഉപയോഗിച്ചിട്ട് വിളിക്കുന്ന കോളുകൾ എങ്ങനെ റെക്കോർഡ് ചെയ്യാം എന്നാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഉപയോഗിക്കുന്ന സർവീസുകളിൽ ഏറ്റവും പോപ്പുലർ ആയി വരുന്ന ഡയലറുകളാണ് മോസിപ്പ്, ഹലോ ബൈറ്റ്, അതുപോലെ തന്നെ ഐറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പൊ ഞാൻ എന്റെ സർവീസിലും ഇതുപോലെ തന്നെ ഡയലറുകൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് ഒരു ഐറ്റൽ ഡയലർ ഓപ്പൺ ചെയ്യണം. അത് നിങ്ങൾ എല്ലാവരും പോലെ തന്നെ ഇതിൽ ഞാൻ യൂസർ പിൻ കൊടുത്തിട്ടില്ല. നമ്മൾ ഫോൺ ഇതുപോലെ നമ്പർ ഡയൽ ചെയ്തിട്ട് കോൾ വിളിക്കാറാണ് ചെയ്യാറ്. ഇത് വിളിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കോള് റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നിലവിൽ ഇതിൽ കാണാൻ കഴിയുന്നതല്ല. ചില തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിച്ചാൽ കൂടി നമുക്ക് കോൾ റെക്കോർഡ് ചെയ്യുമ്പോൾ അതിന്റെ മുഴുവൻ പെർഫോമൻസ് നമുക്ക് ലഭിക്കാറില്ല. അപ്പൊ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് വേറൊരു ഡയലാണ്, SIP ഡയലർ. അതായത് അത് എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിലവിൽ നിങ്ങൾക്ക് കാർഡ് കിട്ടുമ്പോൾ അതിന്റെ ഒരു യൂസർ നെയിം അല്ലെങ്കിൽ അതിന്റെ ഒരു പാസ്വേഡ് മാത്രമാണ് നിങ്ങൾക്ക് കിട്ടാറുള്ളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഈ ഡയലർ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ കഴിയുന്നതാണ്. ഡൗൺലോഡ് ചെയ്തിട്ട് ലിങ്ക് ഇതോടൊപ്പം നമ്മൾ വെക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് കോൺഫിഗ് എന്ന ഓപ്ഷനിലോട്ട് പോകാം. കോൺഫിഗ് എന്ന ഓപ്ഷനിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അക്കൗണ്ട്സ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. ആ അക്കൗണ്ട്സിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പ്ലസ് ചിഹ്നം കാണാൻ കഴിയും. അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളെ പുതിയ അക്കൗണ്ട് ജനറേറ്റ് ചെയ്യാൻ ചോദിക്കും. ഞാൻ എൻ്റെ നിലവിലുള്ള അക്കൗണ്ട് തന്നെ ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇനി അവിടെ നിങ്ങൾക്ക് ഹോസ്റ്റ് എന്ന് കാണാൻ കഴിയും. ഈ ഹോസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സർവീസ് പ്രൊവൈഡറിന്റെ, നിങ്ങൾ ഉപയോഗിക്കുന്ന ടെലികമ്മ്യൂണിക്കേഷന്റെ IP ആണ്, IP പോർട്ടുമാണ് അത്. ഇത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് അത് എൻ്റെ സർവീസിന്റെ IP പോർട്ട് നമ്പറുമാണ്. അവിടെ കൊടുക്കാം. കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന യൂസർ നെയിം, ഇപ്പോൾ എൻ്റെ സർവീസിൽ ഞാനൊരു യൂസർ നെയിം ഇട്ടിരിക്കുന്നത് 111 എന്നാണ്. അപ്പൊ എൻ്റെ യൂസർ നെയിം ഞാൻ അവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പാസ്വേഡും അവിടെ എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും കോളർ ID എന്നുള്ളത്. ഈ കോളർ ID നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെറ്റ് ചെയ്യാം. അത് സെറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമൊന്നുമില്ലാത്ത കാര്യമാണ്. അതിനുശേഷം നമുക്ക് സേവ് ചെയ്തിട്ട് പിറകിലോട്ട് വരാം. ഇനി അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് കോൾ റെക്കോർഡിങ്സ് എന്ന് കാണാൻ കഴിയുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ റെക്കോർഡ് ഓൾ കോൾസ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയലറിലൂടെ നിങ്ങൾ വിളിക്കുന്ന എല്ലാ കോളുകളും റെക്കോർഡ് ചെയ്യപ്പെടുന്നതാണ്. ഞാൻ എന്തായാലും അതുപോലെ തന്നെ ഇനി ഇതിന് താഴെ നിങ്ങൾക്ക് കാണുന്ന കുറച്ച് ഓപ്ഷൻസുകളുണ്ട്. അത് നമുക്ക് അത്ര പ്രാധാന്യമില്ലാത്ത ഓപ്ഷനാണ്. ഇനി ഞാനൊന്ന് ഡയൽ ചെയ്യാൻ പോവുകയാണ്. 919895198951. അതിനുശേഷം നമുക്ക് കോൾ ബട്ടൺ പ്രസ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി അവിടെ മോർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൂടി കാണാൻ കഴിയുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ അവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമുക്ക് റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡ്യൂറേഷനും മറ്റു കാര്യങ്ങളുടെ മുകളിൽ കാണാൻ കഴിയും. തൽക്കാലം ഞാൻ എന്തായാലും എൻഡ് കോൾ ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ കോൺഫിഗ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിൽ കോൾ റെക്കോർഡിങ്സ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെയുള്ള ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. റെക്കോർഡ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഫോൺ കോൾ ഇപ്പോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഡ്യൂറേഷൻ മറ്റു കാര്യങ്ങളുടെ മുകളിൽ കാണാൻ കഴിയും. തൽക്കാലം ഞാൻ എന്തായാലും എൻഡ് കോൾ ചെയ്യാണ്. അതിനുശേഷം നമുക്ക് ഈ കോൾ റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ഒന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ
നമ്മൾ നിലവിൽ ഫോൺ കോൾ റെക്കോർഡ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നിന്നും മറ്റൊരു ഫോണിലേക്ക് വിളിച്ച് കോൾ റെക്കോർഡ് ചെയ്യുന്ന പോലെ തന്നെ നല്ല ക്ലാരിറ്റിയിൽ ഈ ആപ്ലിക്കേഷൻ നമുക്ക് വോയിസ് കോളുകൾ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു സംവിധാനം ചെയ്തു തരുന്നുണ്ട്. പക്ഷെ ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത് എങ്ങനെ ഇന്റർനെറ്റ് കോളുകൾ റെക്കോർഡ് ചെയ്യാം എന്നുള്ള ഒരു ടിപ്പായിരുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലുള്ള ടിപ്പുകൾ നിങ്ങളുടെ ഫേസ്ബുക്ക് പേജിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കിരൂസ് എന്ന് പറയുന്ന പേജ് ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്നത്തേക്ക് ഇവിടെ സൈനിങ് ഔട്ട് കിരൂസ്.